ഭയങ്കര കാറ്റാണ് ഇന്ന്, ഭയങ്കര കാറ്റാണ്. രാവിലെ മുതലേ കാറ്റ് തുടങ്ങി, മഴയെല്ലാം തീർന്നു. പുറത്ത് വെള്ളമൊക്കെ കെട്ടിയിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ ഉണ്ടായിരുന്നു, എല്ലാം ഇങ്ങനെ ഓൾമോസ്റ്റ് പോയി കഴിഞ്ഞു, അവസാന ഘട്ടത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ഇന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഞാൻ മല്ലി നട്ടിട്ട് ഇന്ന് 2ാമത്തെ ആഴ്ചയാണ്. ഒരു മല്ലി പോലും താഴോട്ട് ഇങ്ങനെ പോകുമ്പോൾ എനിക്ക് വിഷമമാണ്. ഞാൻ അതിനെ പെട്ടെന്ന് നിവർത്തി വയ്ക്കും ഇങ്ങനെ. പക്ഷേ അത് നിവർന്ന് വെക്കുമ്പം അത് നിവർന്ന് തന്നെ വരിക തന്നെ ചെയ്യും. വരും ദിവസങ്ങളിൽ ഞാൻ കാണും. അങ്ങനെയാണ് മല്ലിയുടെ ഒരു വിശേഷത. നമ്മൾ വീഴുന്നതിനെയൊക്കെ ഒന്ന് നിവർത്തി കൊടുത്താൽ അത് ഞാൻ പിന്നീട് കൈകൊണ്ട് ചെയ്യും. ഇതുപോലെ ഒന്ന് താഴേക്ക് വീഴുമ്പോൾ അവരെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുത്താൽ അവർ സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കും. ഇതുപോലെയാണ് ഈ ദിവസങ്ങളിൽ നമ്മളെല്ലാവരും നട്ടു. കർത്താവ് നമുക്ക് രക്ഷ തന്നു, ഫ്രീ ആയിട്ട് നമ്മൾ ആ സാൽവേഷനിലേക്ക് വന്നു. നമ്മൾ പരസ്പരം ഓരോരുത്തരെയും പ്രബോധിപ്പിക്കുക. നെവർ ഗീവ് അപ്പ്. നമുക്കെല്ലാവർക്കും നിത്യമായൊരു ഭവനമുണ്ട്, അവിടേക്ക് പോകാനാണ് നമ്മളെല്ലാം ഒരുങ്ങിയിരിക്കുന്നത്. നെവർ ഗീവ് അപ്പ്. ഗോഡ് ഹാസ് എ ഗ്രേറ്റ് പ്ലാൻ. നമ്മളിലെല്ലാം ഫലമുണ്ടാകണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ആ ഫലങ്ങളെല്ലാം ഇവിടെ ആർക്കും മനസ്സിലാവത്തില്ല, നമുക്ക് എത്ര ഫലമുണ്ടായെന്ന്. സ്വർഗത്തിൽ നമ്മൾ കർത്താവിനോടൊപ്പം നിൽക്കുന്ന സമയത്ത് മഹാപ്രതിഫലം വാങ്ങുമ്പോൾ, പേർ വിളിക്കും നാളിൽ നമുക്കെല്ലാവർക്കും പ്രതിഫലമുണ്ട് നിശ്ചയം. അതിനു വേണ്ടിയിട്ടാണ് നമ്മുടെ ഓട്ടക്കളത്തിൽ നമ്മൾ ഓടുന്നത്. നമ്മളെല്ലാവരും ബിരുദം പ്രാപിക്കണമെങ്കിൽ നമ്മൾ ഈ ഭൂമിയിൽ ചെയ്തതിൻ്റെ പ്രതിഫലമാണ് നമുക്ക് അവിടെ ലഭിക്കുന്നത്. എല്ലാവർക്കും പ്രതിഫലമുണ്ട്. ഈ ഓട്ടക്കളത്തിൽ ഓടിയവർക്കെല്ലാം പ്രതിഫലമുണ്ട്, മഹാപ്രതിഫലമുണ്ട്. ഓടി തികയ്ക്കണം. ചിലർ പൂർണ്ണതയിലേക്ക് വരുന്നു, ചിലർ ഇപ്പോഴും പച്ചയായിട്ട് തന്നെ നിൽക്കുകയാണ്. ഒരേ കൊലയിലുള്ളതാ 2 കായും. ഇതുപോലെ തന്നെ നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തിലും നിറച്ച ഫലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓട്ടക്കളത്തിൽ ഓടി ബിരുദം പ്രാപിക്കുക. മഹാപ്രതിഫലം നമുക്കുണ്ട് നിശ്ചയം. ആരും നമ്മളിൽ നിന്ന് എടുക്കുകയില്ല. വെളിപ്പാട് പുസ്തകം 3:11 പറയുന്നു, നിന്റെ കിരീടം ആരും തട്ടിക്കൊണ്ടു പോകാതിരിക്കാൻ സൂക്ഷിക്കുക. ഗോഡ് ബ്ലെസ് യു.